രാത്രി നോറയും റസ്മിനും സംസാരിക്കുന്നുണ്ട്. നോറ ഭയങ്കര കലിപ്പിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. അവിടെ വന്ന് പറയുന്നത് ജാസ്മിനെ നോമിനേറ്റ് ചെയ്ത വിഷയത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുകയാണ്, ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. പക്ഷേ ആ സമയത്താണ് നമുക്ക് ഒരു കാര്യത്തിന് ക്ലാരിറ്റി കിട്ടിയത്. റസ്മിന്റെ മനസ്സിലേക്ക് അവിടെ ജാസ്മിനും ഗബ്രിയും പുറത്തുനിന്ന് പ്ലാൻ ചെയ്തു വന്ന് ലവ് സ്ട്രാറ്റജി കളിക്കുകയാണ് എന്നൊരു കാര്യം ഇട്ടുകൊടുത്തത് ആര് എന്നൊരു ചോദ്യം അവിടെ ഉയർന്നിരുന്നു. അവിടെ ജാസ്മിൻ അവിടെ ധരിച്ചിരുന്നത് നോറയാണ് എന്നാണ്. നീയാണ് റസ്മിന്റെ മനസ്സിലേക്ക് വിഷം മുഴുവൻ കുത്തിവെച്ച് ഞങ്ങളെ തമ്മിൽ അകറ്റിയത് എന്നൊരു കാര്യം അവിടെ ജാസ്മിൻ നോറയെ കുറ്റപ്പെടുത്തിയപ്പോൾ നോറ അതാരാണെന്ന് എനിക്കറിയാം, ഞാൻ പറയില്ല എന്നാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ കാര്യം നോറ അവിടെ സംസാരിക്കുന്നുണ്ട് റസ്മിന്റെ അടുത്ത്. നിന്റെ മനസ്സിലേക്ക് എല്ലാ വിഷവും കുത്തിവെച്ചു തന്നത് അഭിഷേകാണ്. അവന് മുന്നിൽ നിന്ന് കളിക്കാനുള്ള ധൈര്യമില്ല, അവൻ പുറകെ നിന്നിട്ട് ഒളിച്ചു നിന്ന് കളിക്കാൻ മാത്രം അവന് ധൈര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നൂറ സംസാരിക്കുന്നത്. അപ്പോൾ റസ്മിന്റെ മനസ്സിലേക്ക് ഇത്രയും കാര്യങ്ങൾ ഇട്ടുകൊടുത്തത് അഭിഷേകാണ്. അഭിഷേക് പുറത്തുനിന്ന് വന്ന സമയത്ത് അഭിഷേകിനെ പുറത്തുനിന്ന് കിട്ടിയ കാര്യങ്ങൾ അവിടെ റസ്മിന്റെ അടുത്ത് വന്ന് സംസാരിക്കായിരുന്നു, റസ്മിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കായിരുന്നു. റസ്മിൻ അത് പലതവണ ജാസ്മിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ജാസ്മിൻ അല്ല എന്ന് പലതവണ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടെ കാര്യം. ഇപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ റസ്മിനെ ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തത് അഭിഷേകാണ് എന്നുള്ളത് നോറ അവിടെ പറയുന്നതാണ്. കൂടാതെ നോറയ്ക്ക് ഇപ്പോൾ അഭിഷേകിന്റെ അടുത്ത് കട്ട കലിപ്പാണ്. നോറയെ അവിടെ ഒരുപാട് തവണ അഭിഷേക് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ജിൻഡോനെ നോമിനേറ്റ് ചെയ്യാനല്ലേ നിങ്ങൾ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ നീ എന്തിനാ മാറ്റി പറഞ്ഞത് ലാലേട്ടന്റെ അടുത്ത് വെച്ച് എന്നൊക്കെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. സത്യത്തിൽ നമുക്കത് കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ. അവർ തമ്മിൽ അവിടെ എന്തോ ഒരു ക്ലാഷ് നടന്നിട്ടുണ്ട്, അതാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ക്ലാരിറ്റി ചെയ്യാനാണ് നോറ വന്ന അവിടെ റസ്മിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന സമയത്താണ് ഈ അഭിഷേകിനെ കുറിച്ച് ഈ കാര്യം പറയുന്നത്. അവനെ ഒളിച്ചു നിന്ന് കളിക്കാനേ അറിയൂ, അവനെ മുന്നിൽ നിന്ന് കളിക്കാനുള്ള ധൈര്യമില്ലാത്തവനാണ് അവൻ എന്നാണ് നോറ അഭിഷേകിനെ കുറിച്ച് പറയുന്നത്.